വികസനത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് സർക്കാരുമായിട്ടാണെങ്കിലും പ്രതിപക്ഷവുമായിട്ടാണെങ്കിലും ഒക്കെ യോജിച്ച് നീങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. പുതിയ സർക്കാർ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ തിരുത്തും എന്നുകൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യരായിട്ട് കണക്കാക്കണം. ആരെങ്കിലും കൂടുതൽ തുല്യരായിട്ട് മാറുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകരുത്. നമസ്കാരം. ഇത്തവണ നിയമസഭയിൽ BJPക്ക് 3 MLA-മാരാണുള്ളത്. ഈ 3 MLA-മാർ 30-ന്റെ പവർ അല്ലെങ്കിൽ 30-ന്റെ ശക്തി കാണിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് BJP സംസ്ഥാന നേതൃത്വം പങ്കുവയ്ക്കുന്നത്. അതേസമയം തന്നെ മുൻ LDF സർക്കാരിൻ്റെ തെറ്റുകൾ നിലവിലുള്ള സർക്കാർ തിരുത്തുമോ എന്നുള്ള ചോദ്യവും BJP നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് BJPയുടെ നിലവിലുള്ള MLA ആയ V. മുരളീധരൻ. കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ 3 അംഗങ്ങൾ നിയമസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് നന്ദി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാജ്യമെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസിത ഭാരതം നടപ്പിലാക്കാൻ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ആ ശ്രമങ്ങളുടെ ഭാഗമായി കേരളത്തെയും ആ പാതയിലേക്ക് നയിക്കാൻ കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള അവസരത്തിന് നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. മാധ്യമപ്രവർത്തകരോട് എനിക്ക് പ്രത്യേകമായിട്ട് പാർട്ടിയുടെ 3 MLA-മാർക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങൾ ഒരു വേറിട്ട ശബ്ദമായി വികസനത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് സർക്കാരുമായിട്ടാണെങ്കിലും പ്രതിപക്ഷവുമായിട്ടാണെങ്കിലും ഒക്കെ യോജിച്ച് നീങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. അതേസമയത്ത് നാടിൻ്റെയും ജനങ്ങളുടെയും താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സമീപനമുണ്ടാകുമ്പോൾ ആ വിയോജിപ്പ് ശക്തമായിട്ട് തന്നെ സഭയ്ക്കകത്തും പുറത്തും പ്രകടിപ്പിക്കാനും ഞങ്ങൾ മടിക്കില്ല. ഈ ശ്രമങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ പിന്തുണ തുടർന്നുമുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. പുതിയ സർക്കാർ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ തിരുത്തും എന്നുകൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സഹകരിക്കേണ്ടതിടത്ത് സഹകരിക്കുകയും വിയോജിക്കേണ്ടിടത്ത് വിയോജിക്കുകയും അത് വിട്ടുവീഴ്ചയില്ലാത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ നയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സൂചിപ്പിച്ചതുപോലെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്, ഇതായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി സഭയ്ക്കകത്തും പുറത്തും എടുക്കുന്ന സമീപനം. എല്ലാ വിഭാഗം ജനങ്ങളെയും തുല്യരായിട്ട് കണക്കാക്കണം. ആരെങ്കിലും കൂടുതൽ തുല്യരായിട്ട് മാറുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകരുത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ ഈ 2-3 ദിവസമായിട്ടുള്ളൂ. പക്ഷേ ഈ 3 ദിവസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഏതാണ്ട് 3 ദിവസമെടുത്തു വകുപ്പ് വിഭജനം പൂർത്തിയാക്കാൻ. കേരളത്തിൽ മുൻകാലങ്ങളിലെ സർക്കാരുകളോ നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായിരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വൈകുന്നേരം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ ശൈലി. ഇവിടെ
സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയത്. നിങ്ങൾ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പിടിവാശി, അവരുടെ കടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ കാരണമാണ് ഈ തരത്തിൽ വകുപ്പ് വിഭജനം വൈകിയത് എന്നുള്ളത് എനിക്ക് നേരിട്ടുള്ള അറിവല്ല, നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇതേ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അത്ര നല്ലതായിരിക്കില്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കോൺഗ്രസ്സിന് തന്നെ ധാരാളം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് കൈവശം വെച്ചിരുന്ന പല വകുപ്പുകളും വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇതൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. അതിനപ്പുറത്ത് വളരെ വിചിത്രമായിട്ട് തോന്നിയൊരു കാര്യം, സാധാരണ എല്ലാ സർക്കാരിലും ആഭ്യന്തരമന്ത്രിക്കാണ് രണ്ടാം സ്ഥാനം മന്ത്രിസഭയിൽ. ഇവിടെ ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ. സംസ്ഥാന ഭരണത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയേക്കാൾ മുൻപേ നിയമസഭയിലും മന്ത്രിസഭയിലും അംഗമായിട്ടുള്ള ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങനെയുള്ള ഒരാളെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിയത് നൽകുന്ന സന്ദേശം അത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്. മന്ത്രിസഭയുടെ ഘടന പരിശോധിച്ചാൽ 21 അംഗ മന്ത്രിസഭയിൽ 12 പേർ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. എനിക്കതിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താനല്ല, 12 അംഗങ്ങൾ ന്യൂനപക്ഷമാകുമ്പോഴും ഭൂരിപക്ഷ സമുദായത്തെ അവഗണിക്കരുത് എന്ന് മാത്രമേ എനിക്ക് മുഖ്യമന്ത്രിയോടും മന്ത്രിസഭയോടും അഭ്യർത്ഥിക്കാനുള്ളൂ. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു സമുദായ നേതാക്കളുടെ തിണ്ണ നിറങ്ങില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ബിഷപ്പ് ഹൗസിലേക്കാണ് ആദ്യം പോയത്. സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം ആദ്യം പോയത് ഒരു ബിഷപ്പ് ഹൗസിലേക്കാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണുന്നതിലും അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തിണ്ണ നിറങ്ങൽ പ്രയോഗം അത് SNDP NSS നേതൃത്വത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം മനസ്സിലാക്കും. അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായ നേതാക്കളോടുള്ള ഈ ശത്രുതാപരമായ സമീപനം, ആ സമീപനം മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ശബരിമല നാമജപ പ്രതിഷേധത്തിലെ കേസുകൾ, ആ കേസുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാടും സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നും സൂചിപ്പിച്ചിട്ടില്ല. നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഈ കേസ് CBI അന്വേഷിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമോ, അതോ ആ നിലപാട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായതോടുകൂടി അത് മാറ്റിവെച്ചോ? അന്നത്തെ ഈ സ്വർണ്ണക്കൊള്ളയുടെ കാലത്ത് ആ സംഭവത്തിൽ അന്നത്തെ സർക്കാരിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള ബന്ധം, ആ ബന്ധവും കൂടി അന്വേഷണത്തിൽ വരണം. സിൽവർ ലൈൻ ഇന്നലെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു, സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ആ കാലത്ത് അതിനെതിരായിട്ട് ശക്തമായിട്ട് സമരത്തിലുണ്ടായിരുന്ന ആളുകളാണ്. ആ സമരത്തിൻ്റെ പേരിലുള്ള നിരവധി ആളുകൾക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സിൽവർ ലൈൻ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, അന്ന് സമരം ചെയ്ത ആളുകൾക്കെതിരായിട്ടുള്ള കേസുകൾ, ആ കേസുകൾ പിൻവലിക്കൽ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, അത് അടിയന്തരമായിട്ട് നടപടികളിലേക്ക് കടക്കണം. എന്തായാലും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത് നിലവിലുള്ള സർക്കാർ ഉൾപ്പെടെ തെറ്റുകൾ ഉണ്ടാക്കിയാൽ അത് ചൂണ്ടിക്കാണിക്കും എന്നും അതിനുള്ള ചുട്ട മറുപടി നിയമസഭയ്ക്ക് പുറത്ത് നൽകും എന്ന് തന്നെയാണ്
BJP നേതൃത്വവും നിലവിലുള്ള MLA-മാരും നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.